നമസ്കാരം. കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി. ചിത്രത്തിലെ മോണിക്ക എന്ന് തുടങ്ങുന്ന ഗാനം പുറത്തുവിട്ടപ്പോൾ അണിയറ പ്രവർത്തകരുടെ മുന്നിൽ ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 5 കോടി രൂപ പ്രതിഫലം കൊടുത്തിറക്കിയ തെന്നിന്ത്യൻ സൂപ്പർ താരം പൂജ ഹെഗ്ഡെയുടെ സ്ക്രീൻ പ്രസൻസും അന്യായമായ ഡാൻസും. പൂജ ഹെഗ്ഡെയുടെ സ്റ്റൈലിഷ് ഡാൻസ് നമ്പറായാണ് അണിയറ പ്രവർത്തകർ ഇതിനെ അവതരിപ്പിച്ചത്. പാട്ടിൻ്റെ പോസ്റ്ററിലും പൂജയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഗാനം റിലീസായപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. പൂജ ഹെഗ്ഡെയുടെ ഗ്ലാമറസ് ചുവടുകളെ നിഷ്പ്രഭമാക്കി സൈഡിൽ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ലാതെ മലയാളികളുടെ പ്രിയപ്പെട്ട സൗബിൻ ഷാഹിറായിരുന്നു അത്. അക്ഷരാർത്ഥത്തിൽ പൂജയെ സൈഡാക്കി സൗബിൻ കത്തിക്കയറി. സിമ്പിൾ വേഷത്തിൽ സ്റ്റൈലിഷായി ചുവട് വയ്ക്കുന്ന സൗബിൻ്റെ അസാമാന്യ മെയ്വഴക്കവും ആറ്റിറ്റ്യൂഡും നിരവധി ആരാധകരെ സ്വന്തമാക്കി. ഗാനത്തിൻ്റെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലാകെ തരംഗം തീർക്കുകയാണ് സൗബിൻ്റെ ഈ ഒരു ഡാൻസ്. ഏത് സൂപ്പർ താരത്തിൻ്റെ ഒപ്പം എത്തിയാലും ഡാൻസിൽ മുന്നിട്ട് നിൽക്കുന്ന പൂജയെ ഇത്തവണ സൗബിൻ ഷാഹിർ പിന്നിലാക്കി എന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. വിജയുടെ കൂടെ അറബിക് കുത്ത, സൂര്യയുടെ കൂടെ കനിമ, അല്ലു അർജുൻ്റെ കൂടെ ബട്ടബൊമ്മയൊക്കെ കളിച്ച് കയ്യടി നേടിയ പൂജയ്ക്ക് സൗബിനൊപ്പം പിടിച്ചു നിൽക്കാനാകുന്നില്ല എന്ന കമൻ്റ് ഇടുന്നവർ വേറെ. സോഷ്യൽ മീഡിയയിൽ നിറയെ സൗബിൻ്റെ ഡാൻസിൻ്റെ എഡിറ്റുകൾ കൊണ്ട് നിറയുകയാണ്. ഗാനം റിലീസ് ചെയ്ത സൺ ടി വിയുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയും നടനെ അഭിനന്ദിച്ച് പ്രേക്ഷകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സിനിമയിലെ കഥാപാത്രത്തെയും മികച്ചതാക്കുന്ന സൗബിൻ്റെ മറ്റൊരു മുഖം ലോകേഷ് ഈ സിനിമയിലൂടെയും കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പലരും കമൻ്റായി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പാട്ടിൻ്റെ ഹുക്ക് ലൈനിൽ അനായാസമായി ചുവടുവയ്ക്കുന്ന സൗബിൻ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ കയ്യടികൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 12 കോടി കാഴ്ചക്കാർ പിന്നിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നിറയെ സൗബിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ്. ഇതാദ്യമായല്ല സൗബിൻ്റെ ഡാൻസ് നമ്പർ വൈറലാകുന്നത്. അമ്പിളിയിലെ ഞാൻ ജാക്സൺ അല്ലടാ എന്ന ഗാനരംഗത്ത് ആ കഥാപാത്രമായി നിന്നുകൊണ്ട് രസകരമായ പ്രകടനം താരം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ സൗബിനിലെ ഡാൻസർ പ്രേക്ഷകരെ അമ്പരിപ്പിച്ചത് ഭീഷ്മപർവം സിനിമയിലെ പറുദീസ എന്ന ഗാനരംഗത്തിലാണ്. അതുവരെ സ്ക്രീനിൽ നിറഞ്ഞാടിയ യുവതാരങ്ങളെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു സൗബിൻ്റെ ചുവടുകൾ. അതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വിഷ്ണു ഇടവൻ്റെ വരികൾക്ക് സുബ് ലഷുനി, അതുപോലെ തന്നെ അനിരുദ്ധ് രവിചന്ദർ എന്നിവരാണ് ഈ ഒരു ഗാനം, ഈ കൂലിയിലെ ഈ ഗാനം മോണിക്ക എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റാപ്പ് ചെയ്തിരിക്കുന്നത് അസൽ കൊലാറാണ്. സൗബിനെ സംബന്ധിച്ച് സ്വപ്നതുല്യമായ ഒരു ടീമിനൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം കൂടിയാണ് കൂലിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അഭിനയിക്കുന്നവരും അണിയറ പ്രവർത്തകരും എല്ലാം വമ്പന്മാർ. രജനീകാന്തും ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ അമീർ ഖാനും അഭിനയിക്കുന്ന ചിത്രം ഒരുക്കുന്നത് ലോകേഷ് കനകരാജാണ്. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം. ഈ ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിക്കുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന അനിരുദ്ധ് രവിചന്ദർ കൂടിയാണ്. ഗിരീഷ് ഗംഗാധരനാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഫിലോമിൻ രാജാണ്. ഓഗസ്റ്റ് 14 ചിത്രം തിയേറ്ററുകളിലെത്തും. നാഗാർജുന അക്കിനേനി, ഉപേന്ദ്ര സത്യരാജ്, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മറ്റുള്ളവർ. എന്തായാലും കൂലിയിലൂടെ സൗബിനിലൂടെ കൂലിയും ഇപ്പോൾ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്.